അപ്പം നമുക്ക് ഉണ്ടാക്കാം. പായസം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പറയാം. ഒരു 350 ഗ്രാം പൈനാപ്പിൾ ചോപ്പ് ചെയ്തത്, 1/2 കിലോ ശർക്കരയുടെ പാനി എടുത്ത് വെച്ചേക്കുന്നത്, 1 തേങ്ങ പിഴിഞ്ഞെടുത്തേക്കുന്നത് 1-ാം പാലും, 2 കപ്പ് 2-ാം പാലും, 2.5 കപ്പ് 3-ാം പാലുമാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ചവ്വരി വേവിച്ചത്, കുറച്ച് നെയ്യും, കാഷ്യൂ നട്ട്സും, ഉപ്പ് ഒരു നുള്ളു വേണം. ഏലക്ക ഓപ്ഷണലാണ്. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ കാഷ്യൂ നട്ട്സ് ഒന്ന് വറുത്ത് തരാം. ഈ നെയ്യിലേക്ക് പൈനാപ്പിൾ ഒഴിച്ച് നമുക്കൊന്ന് വരട്ടിയെടുക്കാം. പൈനാപ്പിൾ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നമ്മളിനി ഇതിനകത്തേക്ക് 3-ാം പാല് 2.5 കപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടെ ചേർക്കുകയാണ്. ഇനി നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിള വരേണ്ട ആവശ്യമില്ല. വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ പൈനാപ്പിൾ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റുള്ള പായസമാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. താങ്ക്